ഇന്നത്തെ വീഡിയോ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തേക്കുന്നത് എന്ന് കാണിച്ചു തരാനുള്ളതാണ്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണിച്ചേക്കുന്നത് എന്താ അറിയോ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. ഇത് പാത്രം കഴുകി കഴിഞ്ഞാൽ കൈ തുടയ്ക്കാനുള്ള ടവലും പിന്നെ ഡിഷ് വാഷുമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ദെൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ ഡ്രെയിൻ റാക്ക്, അതായത് പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അതിലൂടെ പോയിട്ട് ഇങ്ങനെ ഒഴിച്ച് കളയാൻ പറ്റും. വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം ഒതുക്കി വെച്ചാൽ മതി. അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയൊരു പ്രൊഡക്റ്റാണിത് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങി. ദെൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നത് കോർണർ റാക്കാണ്. ഇത് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോർണർ റാക്ക് വാങ്ങിയേക്കുന്നത്. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചെടി, അത് ബൗളിൽ മീൻസ് നല്ലൊരു ചില്ലുപ്പിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഇതാണ് നമ്മുടെ ഇത് ഉപ്പ് ഇട്ട് വെക്കുന്ന അതായത് പൊടിയുപ്പ് ഇട്ട് വെക്കുന്ന സെറാമിക്കിൻ്റെ വലിയ പോട്ട്. ദെൻ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഞാനിതിൽ വെച്ചേക്കുന്ന എൻ്റെ സോസുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ടൊമാറ്റോ സോസ്, സോയാ സോസ് എന്നുള്ള എല്ലാ സോസും ഞാൻ അതിലാണ് ഒതുക്കി വെച്ചേക്കുന്നത്. പിന്നെ 2 കപ്പിനുള്ളൊരു സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ കപ്പ്, ഈ കാണുന്ന റെഡ് കളർ പൂവുള്ളതാണ് എൻ്റെ കപ്പ്. ദെൻ നെക്സ്റ്റ് ഒരു കപ്പ് ഇവിടെ ഉണ്ട്, അതാണ് ടൈഗർ കപ്പ്. ഞാൻ ശക്തേട്ടന് വേണ്ടി വാങ്ങിക്കൊടുത്താ കേട്ടോ. കൊള്ളാം അല്ലേ? നല്ല ടൈഗർ എന്നതിൻ്റെ പേര് കണ്ട പക്ഷേ പൂച്ചനെ പോലൊക്കെ തോന്നുന്നു എനിക്ക്. ദെൻ ഇത് ഹാങ്ങിങ് ചെയ്തു വെക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ്. അതിൽ ഞാൻ ഒരു കപ്പിൽ കുറച്ച് സ്റ്റോണൊക്കെ ഇട്ടൊരു ചെടി സെറ്റ് ചെയ്തു. ദെൻ ഇത് നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന നൈഫ്, അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ദെൻ ഇവിടെ ഫുഡ് കളേഴ്സ്, കേക്കിനുള്ള കളേഴ്സ്, ഈസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ദെൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സാധനം ആയ ടൈം പീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദെൻ നമ്മുടെ തവികളില്ലേ, തവികൾ വെക്കാൻ വലുതും ചെറുതും 2 തരത്തിലേക്ക് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. വലുതിൽ വലിയ തവികളും താഴത്തിൽ ചെറിയ തവികളുമാണ് ഞാൻ ഒതുക്കി വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ദെൻ കോർണർ റാക്ക് അവിടെ സെറ്റ് ചെയ്തു. ഇതാണ് ആ ഒരു മൂല ഞാൻ ഒതുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊടികളും കാര്യങ്ങളുമാണ്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്പൂണുകൾ, ഫോർക്കുകൾ, നൈഫ്, ഇത് ഒതുക്കി വെച്ചേക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒന്നിൽ സ്പൂണ്, ഒന്നിൽ ഫോർക്ക്, മറ്റൊന്നിൽ ഞാൻ കത്തി, നൈഫുകൾ സെറ്റ് ചെയ്യും. നൈഫ് കുറേ ടൈപ്പ് ഉണ്ടാവുമല്ലോ, പക്ഷെ ഇതിൽ ഞാൻ 4 നൈഫേ വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് എടുക്കാവുന്ന നൈഫുകൾ മാത്രമേ ഞാൻ അതിൽ വെക്കുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കത്രികയും വെക്കും. ബാക്കിൽ കാണുന്നത് ഒരു വുഡൻ ടൈപ്പ് കട്ടിംഗ് ബോർഡാണ്. അത് മീഷോ എന്ന് വാങ്ങിയതാണ് കേട്ടോ. തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാക്കും റെഡും യെല്ലോ ഒക്കെ. അതിൽ ബ്ലാക്കിൽ കാണുന്നത് മൊത്തം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളാണ്. തൊട്ട് താഴെ ചോപ്പ് ക്യാപ്പിൽ കാണുന്നത് കുരുമുളക് പൊടി, പിന്നെന്താ ചില്ലി ഫ്ലേക്സ്, ഉലുവപ്പൊടി, അങ്ങനെ പെരിഞ്ചീരക പൗഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ 3 വലിയ കുപ്പികളുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ 6 എണ്ണമുള്ളൊരു സെറ്റാണ് ഞാൻ വാങ്ങിയത്. ആമസോണാണോ മീഷോ ആണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ നല്ല ഭംഗിയാണ്. അതിലാണ് ഞാൻ വെളിച്ചെണ്ണ, ഉണക്കമുളക്, സൺഫ്ലവർ ഓയിൽ വെച്ചേക്കുന്നത്. എഗൈൻ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു കുപ്പിയിൽ പൊടിയിപ്പിട്ട് വെക്കും എന്ന് പറഞ്ഞത്. ഇത് കല്ലുപ്പാണ്, അതങ്ങനെ ഒറ്റൊന്നിൽ പൊട്ടിച്ചിട്ട് വെക്കും. ദെൻ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളി, ചെറിയുള്ളി അതൊക്കെ ചതയ്ക്കുന്നില്ല, ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന എന്തായാലും പറയുക, അതെനിക്കറിയില്ല, ആ സംഭവമാണ്. ദെൻ ഈ ഏരിയ ഫുൾ സ്പൈസസ് ആണ്. കറുവാപ്പട്ട, ജാതിപത്രി, ഇത് സാജീര, ഏലക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ അടുക്കി വെച്ചേക്കുന്നത്. ഇത് പുളി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ദെൻ കടുക്, ഉലുവ, ജീരകം, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും. പിന്നെ ഇവിടെ ഞാൻ വീണ്ടും ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മണി പ്ലാന്റ്. ദെൻ തൊട്ടിപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അവിടെ മിക്സിയാണ് വെച്ചേക്കുന്നത്. മിക്സി, തൊട്ടിപ്പുറത്ത് ഇൻഡക്ഷൻ, പിന്നെ ഓവൻ, അത് 3 ഒരു സൈഡിലേക്ക് ഒതുക്കിയാണ് ചെയ്തേക്കുന്നത്. കാരണം ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ വെള്ളം അങ്ങനെ ആക്കില്ല, പിന്നെ നമ്മൾ ഓവറായിട്ട് അങ്ങോട്ടേക്ക് പോകാറില്ലല്ലോ. അപ്പോൾ അതിനൊരു സ്വകാര്യത കൊടുത്തു. പിന്നെ ഈ സംഭവങ്ങൾ കണ്ടോ, ഇത് ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ബോക്സ് ഞാൻ വാങ്ങിയത്. പക്ഷെ 2 സെറ്റാണ്, നീല 6 റോസ് 6 ആയിട്ട് വാങ്ങിയത്. മീഷോ എന്നാണ് വാങ്ങിയത് കേട്ടോ. ഇതിൽ ഞാൻ പരിപ്പ്, ചെറുപയർ, കടല, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇട്ട് വെക്കുക. ഇതിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ എടുക്കാനും എളുപ്പമാണ്, ഇങ്ങനെ അടുക്കി വെക്കാനും എളുപ്പമാണ്. ഈ മൂലയ്ക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് എടുക്കാനും ഈസിയാണ്. ഇതൊക്കെയാണ് എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പ് വിശേഷങ്ങൾ. ബായ്.